ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനെ അനുകൂലിക്കുന്ന ഹൂഥികൾ സഞ്ചരിച്ച വിമാനം ഇറങ്ങാതിരിക്കാൻ സൗദി പിന്തുണയുള്ള യമൻ സർക്കാർ ശ്രമിച്ചതോടെ ആ രാജ്യങ്ങളും യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുകയാണല്ലോ. ആയത്തുള്ള അലി ഖമനിയുടെ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ ഹൂഥി നേതാക്കളെ തിരിച്ച് യമനിലെത്തിക്കാൻ ഇറാൻ അയച്ച വിമാനം തടയുന്നതിനായി ഹൂഥികളുടെ നിയന്ത്രണത്തിലുള്ള സന വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു. ഇതിന് പിന്നാലെ യമൻ അതിർത്തിയോട് ചേർന്നുള്ള സൗദിയിലെ പ്രവിശ്യകളിലേക്ക് ഹൂഥികൾ ആക്രമണം നടത്തുകയും ചെയ്തു. ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധിച്ചുവെങ്കിലും പല ഭാഗത്തും ഇവയുടെ ഭാഗങ്ങൾ പതിക്കുകയും അബഹ വിമാനത്താവളം ലക്ഷ്യം വെച്ച് ആക്രമണമുണ്ടായതോടെ വിമാന സർവീസുകൾ പലതും റദ്ദാക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. കണക്ഷൻ വിമാനങ്ങളിൽ കേരളത്തിലേക്ക് അവധിക്ക് വരാനിരുന്ന പല മലയാളികളും ഇതോടെ കുടുങ്ങിപ്പോവുകയും ചെയ്തതാണ്. ഇപ്പോൾ അത് സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ആക്രമണ പ്രത്യാക്രമണങ്ങൾ എന്തേലും സൂചനയാണോ? പ്രത്യേകിച്ച് ഇറാൻ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ സൗദിയുടെ ഈ ഒരു നീക്കത്തെ എങ്ങനെ നോക്കിക്കാണണം? ആക്രമണ പ്രത്യാക്രമണങ്ങൾ എപ്പോഴും സൂചനകൾ തന്നെയാണ്, പലതിൻ്റെയും സൂചനയാണ്. ഒരു സൂചന, യുദ്ധത്തിൻ്റെ കേന്ദ്രം ഹോർമൂസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ചെങ്കടൽ മേഖലയിലേക്ക് കൂടി സാവകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു സൂചന. കാരണം ഹൂതികളുടെ ഒരു പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഹൂതികൾക്ക് നിയന്ത്രണമുള്ള പ്രദേശം യമൻ എന്ന രാജ്യത്തിൻ്റെ വടക്കൻ പ്രദേശമാണ്. അവിടെയാണ് സന ഉൾപ്പെടെയുള്ള പട്ടണങ്ങൾ. അപ്പോൾ ആ പട്ടണങ്ങൾ നിയന്ത്രിക്കുന്നത്, യമൻ്റെ ചെങ്കടൽ തീരപ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നത് ഹൂതി വിമതർ എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ്. യഥാർത്ഥത്തിൽ യമൻ്റെ മണ്ണിൻ്റെ ഒരു നല്ല പങ്ക് വരും അത് ഹൂതികൾ നിയന്ത്രിക്കുന്നത്. ഔപചാരികമായി അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ സൗദി അറേബ്യ, തൊട്ടടുത്ത രാജ്യം, പ്രമുഖ രാജ്യം സൗദി അറേബ്യ ആണല്ലോ. സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്തുള്ള, തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കുമായുള്ള പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന ഒരു രാജ്യമാണല്ലോ യമൻ. അപ്പം യമൻ എന്ന രാജ്യത്തിൻ്റെ സർക്കാരിനെ പിന്തുണച്ച് നിർത്തിയിരിക്കുന്നത് സൗദി അറേബ്യയാണ്. ഒരു വിമത വിഭാഗമായ ഹൂതികളുടെ യഥാർത്ഥ നിയന്ത്രണത്തിലാണ് യമൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം തന്നെ. ആ ഹൂതികൾ പ്രവാചക പരമ്പരയിൽപ്പെടുന്ന ഒരു വിഭാഗമാണ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അവർക്ക് ഇറാനുമായി അടുത്ത ബന്ധമുണ്ട്, ഷിയ ബന്ധമുള്ളത് കൊണ്ടാണ്. ആ ഹൂതികൾക്ക് എക്കാലത്തും ആയുധം നൽകി സഹായിച്ചിരുന്നത് ഇറാനാണ്. ഇപ്പോൾ ഇതാ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ ഖബറടക്കത്തിന് വേണ്ടി ഹൂതികൾ എത്തി. ഹമാസിൻ്റെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ടാവണം, ഹിസ്ബുള്ളയുടെ പ്രതിനിധികൾ തീർച്ചയായിട്ടും എത്തി. അവരെല്ലാം ഇറാൻ ഹോസ്റ്റ് ചെയ്തു. കാരണം ഇറാൻ്റെ ഒരു ഡിഫൻസിൻ്റെ രീതി എന്ന് പറയുന്നത് ഇസ്രയേലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പരമാവധി സഖ്യ കക്ഷികളെ അണിനിരത്തുക, അവരെ ആയുധമണിയിക്കുക, അവരിലൂടെ തങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, അല്ലെങ്കിൽ തങ്ങൾ ആക്രമണ വിധേയമാവുകയാണെങ്കിൽ അവർ കൂടി തങ്ങളെ രക്ഷകെത്തും എന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സഹകരണ പദ്ധതി. ഇതാണ് ഇറാൻ്റെ പ്രോക്സീസിനെ കുറിച്ചുള്ള പൊതു ധാരണ. 3H എന്നാണല്ലോ പറയുക: ഹൂതി, ഹമാസ് ആൻഡ് ഹിസ്ബുള്ള. അതോടൊപ്പം ഹോർമൂസ് കൂടി ചേരുമ്പോൾ, അതായത് ഹോർമൂസ് എന്ന വജ്രായുധം കൂടി ചേരുമ്പോൾ ഇറാൻ്റെ ഡിഫൻസീവ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഒരു ബാലൻസ് പൂർണ്ണമാകുന്നു എന്നാണ് ഇറാൻ്റെ സെക്യൂരിറ്റി പാരഡൈംസിലെ പൊതുവിശ്വാസം. അങ്ങനെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്ന ഹൂതി നേതാക്കൾ സഞ്ചരിച്ചത് ഇറാൻ പ്രത്യേകമായി അറേഞ്ച് ചെയ്ത ഒരു വിമാനത്തിലാണ്. അപ്പോൾ അത് ലാൻഡ് ചെയ്യണമല്ലോ, സനയിലാണ് ലാൻഡ് ചെയ്യണം. ഹൂതികൾ നിയന്ത്രിക്കുന്ന പട്ടണമാണ് സന. അവിടെ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ആ ഒരു എയർപോർട്ട്, സന വിമാനത്താവളം അതിശക്തമായ ആക്രമണത്തിന് വിധേയമാവുകയാണ്. റൺവേയിൽ വിമാനങ്ങൾക്ക് ഇറങ്ങാനാവാത്ത രീതിയിൽ റൺവേയിൽ കാർപ്പറ്റ് ബോംബിംഗ് നടത്തിയിരിക്കുന്നു. അത് സൗദിയുടെ നിർദ്ദേശപ്രകാരം യമൻ്റെ സർക്കാരാണ് എന്നത് ഒരു ഭാഷ്യം, മറ്റൊന്ന് സൗദി അറേബ്യ നേരിട്ട് ചെയ്തതാണ് എന്നത് മറ്റൊരു ഭാഷ്യം. എന്ത് വന്നാലും സന വിമാനത്താവളം ഉപയോഗശൂന്യമായി തൽക്കാലത്തേക്കെങ്കിലും. അതുകൊണ്ട് മറ്റൊരു വിമാനത്താവളത്തിലേക്ക്, അതായത് ഒരു തുറമുഖ നഗരത്തിലെ ഒരു വിമാനത്താവളത്തിലേക്ക് ഫോഴ്സ്ഫുള്ളി യമൻ്റെ വിമത നേതാക്കൾ അല്ലെങ്കിൽ ഹൂതി നേതാക്കൾ സഞ്ചരിച്ച വിമാനത്തിന് ഇറങ്ങേണ്ടി വന്നു. ഇത് വലിയ തോതിലാണ് ഹൂതികളെ പ്രകോപിപ്പിച്ചതും. ഹൂതികൾ സൗദി അറേബ്യയ്ക്ക് നേരെ തിരിച്ചു. കാരണം നമുക്കറിയാം, 2014 മുതൽ യമനിൽ വിഷയങ്ങളാണ്. യമനിലെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഹൂതികൾ ഒരു പ്രദേശത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയും ഭരണകൂടത്തെ
സൗദി അറേബ്യ പുറമേ നിന്നുകൊണ്ട് സഹായിക്കുകയും ഇപ്പോൾ ഒരു സമാന്തര രണ്ട് തരം ഭരണങ്ങളാണ് ഇപ്പോൾ യമനിലുള്ളത്. സൗദി സഹായിക്കുന്ന ഒരു വിത്തിൻ കൊട്ടേഷൻ ഔദ്യോഗിക ഭരണകൂടവും ഹൂതി വിമതർ എന്ന് പറയുന്ന ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗവും. ഇത് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ മുഖ്യ ഹേതുവായി ഇത് വളർന്നു വരികയാണ്. അപ്പോഴാണ് ഈ യുദ്ധത്തിൽ ഇറാനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അമേരിക്കയെ സഹായിച്ചു നിൽക്കുന്ന രാജ്യം സൗദി അറേബ്യയാണല്ലോ. അതുകൊണ്ട് പരമ്പരാഗതമായി ഇറാൻ സൗദി വൈരത്തിന് ഒരു പുതിയ മുഖം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പുതിയ പോർമുഖം പേർഷ്യൻ ഗൾഫിൽ നിന്നും ശ്രദ്ധ ഹോർമൂസിലേക്ക് തിരികുകയും രണ്ട് തലത്തിൽ പോർമുഖം തുറക്കാൻ ഹൂതികൾക്ക് കഴിയും. ഒന്ന്, സൗദി എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമാക്കാൻ കഴിയും. അത് മുൻപും സംഭവിച്ചിട്ടുണ്ട്. 2025 ഉൾപ്പെടെ 25 ഈ കരാർ പലസ്തീനിൽ ഒരു ഏകദേശ വെടിനിർത്തൽ സംഭവിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമായി ഹൂതികളുടെ ഭാഗത്ത് നിന്ന് അധിക ആക്രമണം ഉണ്ടാക്കാത്തത്. 8ഓളം കപ്പലുകൾക്ക് സാരമായ നാശനഷ്ടങ്ങൾ വരുത്തുകയോ മുക്കിക്കളയുകയോ ചെയ്തിട്ടുണ്ട്. ചെങ്കടൽ പ്രവേശനം ബാബൽ മന്ദേബ് കടന്ന് ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന ശത്രു കപ്പലുകൾ, അത് ഇറാൻ്റെ ശത്രുപക്ഷത്തുള്ള കപ്പലുകൾ, അത് അമേരിക്കൻ കപ്പലുകളാകാം, ഇസ്രായേലി കപ്പലുകളാകാം, യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലുകളാകാം, അത് ഹൂതികളുടെ ഹിറ്റിംഗ് റേഞ്ചിനുള്ളിലാണ്. കാരണം അവരുടെ ജിയോഗ്രാഫിക് പൊസിഷൻസ് അങ്ങനെയാണ്. ഇറാൻ്റെ ഹിറ്റിംഗ് റേഞ്ചിലാണ് ഹോർമോസ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് പോലെ ഹൂതികളുടെ ഹിറ്റിംഗ് റേഞ്ചിലാണ് ഈ പ്രദേശങ്ങൾ. അതുകൊണ്ട് സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താല്പര്യം ഒരു കാരണവശാലും ഹൂതികൾ നിയന്ത്രിക്കുന്ന മണ്ണിലേക്ക് പുറത്തു നിന്ന് ആയുധങ്ങൾ എത്തരുത്. ഇപ്പോൾ ഇതാ ഒരു വിമാനം എത്തുന്നു. അപ്പോൾ സൗദിയുടെ ക്ലെയിം ഇതാണ്, ആ വിമാനത്തിൽ, അല്ലെങ്കിൽ യമൻ ഗവൺമെൻറ്റിൻ്റെ ക്ലെയിം ഇതാണ്, ആ വിമാനത്തിൽ യാത്രക്കാരായി വന്ന ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ നേതാക്കൾക്ക് പുറമേ ഏതെങ്കിലും തന്ത്രപ്രധാനമായ ആയുധങ്ങളോ എന്തെങ്കിലും ഉപകരണങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തങ്ങൾ തടഞ്ഞു. തങ്ങൾ വിമാനം അയക്കാൻ തയ്യാറായിരുന്നു. ഗവൺമെൻറ് ഓഫ് യമൻ പറയുന്നത് തങ്ങൾ ടെഹ്റാനിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ വിമാനം അയക്കാൻ തയ്യാറായിരുന്നു. അവർ സഹകരിച്ചില്ല. അല്ലെങ്കിൽ ടെഹ്റാനിൽ നിന്നും മടക്കയാത്രയിൽ വിമാനം ഇവിടുന്ന് അയച്ചു കൊടുത്ത് അവരെ സുരക്ഷിതമായി കൊണ്ടുവരാൻ തയ്യാറായിരുന്നു. പക്ഷേ ഹൂതികൾക്കത് വിശ്വസിക്കാനാവില്ലല്ലോ. ആ വിമാനം റാഞ്ചപ്പെടില്ല എന്നെന്താണ് ഉറപ്പ്? ബോംബ് വെച്ച് തകർക്കപ്പെടില്ല എന്ന് എന്താണ് ഉറപ്പ്? അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങൾ ആക്രമിക്കില്ല എന്നതിന് എന്താണ് ഉറപ്പ്? അത് ഇറാനിയൻ വിമാനത്തിൻ്റെ കാര്യത്തിലും ആ ഉറപ്പൊന്നുമില്ല. ഏതായാലും ഇറാനിയൻ വിമാനത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല, ആ വിമാനം തകർന്നിട്ടില്ല. ജീവനോട് സുരക്ഷിതരായി തന്നെ ഹൂതി വിമത നേതാക്കൾ യമൻ്റെ മണ്ണിൽ തിരിച്ചെത്തിയ പാടെ അവർ ചെയ്ത കാര്യം കണക്ക് തീർക്കുന്ന രീതിയിൽ സൗദി അറേബ്യയെ ആക്രമിക്കുക എന്നതാണ്. അപ്പോൾ സൗദി അറേബ്യ ആക്രമിക്കുമ്പോൾ അത് കളി മാറി. അപ്പോൾ സൗദിയുടെ തെക്കൻ പ്രദേശത്തുള്ള യമനോട് അതിർത്തി പങ്കിടുന്ന ഒരു നഗരത്തിലേക്ക് ശക്തമായ ആക്രമണം ഉണ്ടായി. അടുത്ത ലക്ഷ്യം സൗദി എണ്ണപ്പാടങ്ങളാണ്. നോക്കൂ, ഈ യുദ്ധത്തിൽ ഒരിക്കലും എണ്ണപ്പാടങ്ങൾ കാര്യമായി കത്തി അമർന്നിട്ടില്ല എന്ന് ഓർക്കണം. നമുക്ക് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരുടെ പലരുടെയും ഓർമ്മയിൽ കാണും, ആദ്യത്തെ ഗൾഫ് യുദ്ധം, സദ്ദാം ഹുസൈൻ കുവൈറ്റ് കീഴടക്കിയപ്പോൾ ഉണ്ടായ 91 ഗൾഫ് യുദ്ധം, പിന്നീട് അതിനുശേഷം 10 വർഷത്തിന് ശേഷം നടന്ന രണ്ടാം ഗൾഫ് യുദ്ധം. ഈ രണ്ട് ഗൾഫ് യുദ്ധ സമയത്തും എണ്ണപ്പാടങ്ങൾ, കുവൈറ്റിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായി. ഇറാഖിലെ എണ്ണപ്പാടങ്ങളും കുവൈറ്റിലെ എണ്ണപ്പാടങ്ങളും വൻതോതിലാണ് കത്തിയമർന്നത്. പക്ഷെ അതുപോലെയുള്ള എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി എന്നല്ലാതെ കാര്യമായ നാശനഷ്ടങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സൗദി അറേബ്യയുടെ ചെങ്കടൽ മേഖലയിലെ തുറമുഖങ്ങളാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ ജീവനാഡി. കാരണം യൂറോപ്പിലേക്ക് ഇപ്പോഴും സൗദിക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ ഭാഗം അത് ചെങ്കടൽ അഭിമുഖമായി നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ ചില തുറമുഖങ്ങളുണ്ട്. ആ പ്രദേശത്തേക്ക് എണ്ണ എത്താൻ സൗദി അറേബ്യയുടെ കുറുകെ പൈപ്പ് ലൈനുകളുണ്ട്. ആ പൈപ്പ് ലൈനുകളിലൂടെ എത്തുന്ന എണ്ണ അവിടെ നിന്നും സുഗമമായി കയറ്റുമതി ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഹൂതികൾ ശ്രമിക്കുകയാണെങ്കിൽ ആ എണ്ണ കയറ്റുമതി അവതാളത്തിലാകും. അതോടൊപ്പം തന്നെ ബാബൽ മന്ദേബ്, കുറച്ചുകൂടി തെക്കാണ് ബാബൽ മന്ദേബ്, ഈ തുറമുഖങ്ങളെക്കാളും തെക്കാണ്, സൗദി പടിഞ്ഞാറൻ തുറമുഖങ്ങളെക്കാൾ തെക്കാണ് ബാബൽ മന്ദേബ്. ബാബൽ മന്ദേബിലൂടെയാണ് ലോകത്തിൻ്റെ ആകമാന ചരക്ക് വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 15%, 10 മുതൽ 15% വരെ ഗ്ലോബൽ ട്രേഡ് പാസ് എലോങ് ബാബൽ മന്ദേബ്. അത് വെറുതെ ബാബൽ മന്ദേബിൽ വരുന്നതല്ല. ബാബൽ മന്ദേബിലൂടെ വടക്കോട്ട് നീങ്ങി ചെങ്കടൽ വഴി വടക്കോട്ട് സഞ്ചരിച്ച് അത് ഒരു കടൽ ഇടുക്കിലേക്ക് വരികയാണ്. അതിനുശേഷം അത് മനുഷ്യനിർമ്മിതമായ സൂയസ് കനാലിൽ പ്രവേശിച്ച്, സൂയസ് കനാലിൻ്റെ അങ്ങേയറ്റം മധ്യധരണിയാഴിയാണ്, മെഡിറ്ററേനിയൻ കടലാണ്. അവിടെ നിന്നുമാണ് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചരക്കുകൾ എത്തുന്നത്, എണ്ണ എത്തുന്നത്. ആ പാത അടച്ചു കഴിഞ്ഞാൽ, അതായത് കണ്ടെയ്നർ ഷിപ്മെൻറ്റ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ലോകത്തെ ആകമാന കണ്ടെയ്നർ ചരക്ക് നീക്കത്തിൻ്റെ
25% പാസ് എലോങ് ബാബ് എൽ മന്ദേബ്. അപ്പം അതുകൂടി ചോക്ഡ് ആകുന്ന അന്തരീക്ഷം. അവിടെ നേരത്തെ ഞാൻ പല വീഡിയോകളിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഡബിൾ ചോക്കിംഗ് പോയിന്റുകളാണ്. ഹോർമൂസ് എന്ന ഒരു ചോക്കിംഗ് പോയിന്റ് മാത്രമല്ല, ഇപ്പുറത്തെ ബാബ് എൽ മന്ദേബ്, റെഡ് സീയിലേക്കും പേർഷ്യൻ ഗൾഫിലേക്കുമുള്ള 2 കവാടങ്ങളും പൂർണ്ണമായി സമാന്തരമായി ഒരേ സമയം അടഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കും? ലോക വ്യാപാരം എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ അവശ്യ വസ്തുക്കൾ പലതും ലഭിക്കും? യൂറോപ്പിലേക്കുള്ള യാത്ര വളരെ ചിലവേറിയ കാര്യമായി മാറുകയല്ലേ? അത് മാത്രമല്ല, ഷിപ്പിംഗ് കമ്പനികൾ ഇൻഷുറൻസ് തുക ഭീമമായ രീതിയിൽ വർദ്ധിപ്പിക്കില്ലേ, സുരക്ഷാ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട്? അതുകൊണ്ട് തീർച്ചയായും ഹൂത്തികൾ ഇപ്പോൾ ഉയർത്തുന്ന വെല്ലുവിളി ആകമാന ഹോർമൂസിലെ പ്രശ്നവുമായി, അതുപോലെ പേർഷ്യൻ ഗൾഫിലെ മൊത്തം സാഹചര്യങ്ങളുമായി, ഇറാൻ അമേരിക്ക യുദ്ധവുമായി ചേർത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ പേർഷ്യൻ ഗൾഫിനേക്കാൾ ആത്യന്തികമായി നിർണായകമാകാൻ പോകുന്നത് ചെങ്കടൽ മേഖല തന്നെയാവും. അവിടേക്ക് യുദ്ധം, അത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ളത് വലിയൊരു രാജ്യമൊന്നുമല്ല, വലിയ ശക്തി ഇറാനെ പോലെ ഒരു അതിശക്തമായ സംവിധാനം ഒരുപക്ഷെ ഹൂതികൾ കഴിയില്ല. പക്ഷേ ആയുധങ്ങൾ എങ്ങനെയൊക്കെയോ ഹൂതികളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. ഗോസ്റ്റ് ഷിപ്പുകളിലൂടെ, ഷാഡോ ഫ്ലീറ്റ്സിലൂടെ, ഇപ്പം വിമാനത്തിലൂടെ പോലും എത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി സൗദി അറേബ്യയും യമനും അത് ചെയ്തു എന്നാണ് പൊതുവെയുള്ള ഭാഷ്യം. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ശരി, പ്രോക്സികൾ ഇപ്പോഴും സജീവമാണ് എന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാൽ പ്രോക്സികളിലൂടെ ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചടി നൽകാൻ കഴിയും. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണമെന്ന ആഗ്രഹം ഇറാൻ പ്രകടിപ്പിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം, ഹോർമൂസിലെ പോലെ തന്നെ പ്രതിസന്ധി ഈ യമൻ വിഷയത്തിൽ ഉണ്ടാകുമോ, ചെങ്കടൽ മേഖല കൂടി പ്രശ്നകലുഷിതമാകുമോ കൂടുതലായും എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.